നമുക്ക് 500-ലധികം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്നിടത്ത് ഈ ഗ്ലാസ് ബോട്ടിൽ ഉപയോഗിച്ചതോടുകൂടി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഹായ്, എൻ്റെ പേര് അർജുൻ. ഞാൻ കൊയിലോൺ ബീച്ച് ഹോട്ടലിലെ പ്രൊജക്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ തന്നെ ഹോട്ടലിലെ 1000 ലിറ്റേഴ്സ് പെർ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ RO പ്ലാന്റിനെ പറ്റിയാണ്. നമ്മളെ ഇരിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റേഴ്സ് ഒരു മണിക്കൂറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ RO പ്ലാന്റ് ആണ്. അപ്പോൾ ഈ RO പ്ലാന്റ് ബേസിക്കലി നമ്മൾ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ RO പ്ലാന്റ് വന്നതോടുകൂടി തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കൺസപ്ഷൻ നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞു. എക്കണോമിക്കലി ഇപ്പം നമുക്ക് ഒരുപാട് മണി സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെറിലൈസ്ഡ് പെറ്റ് ബോട്ടിൽസ്, ഗ്ലാസ് ബോട്ടിൽസിനകത്താണ് നമ്മൾ ഈ RO വെള്ളം കളക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിക് കാര്യം എന്ന് വെച്ചാൽ ഈ RO പ്ലാന്റിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ വെള്ളത്തെ നേരെ ഒരു പ്രൈമറി ഫിൽറ്ററിനകത്ത് മൾട്ടിമീഡിയ ഫിൽറ്ററിനകത്ത് കളക്ട് ചെയ്ത് പാസ് ചെയ്യുന്നു. ആ മൾട്ടിമീഡിയ ഫിൽറ്ററിൽ പാസ് ചെയ്യുന്നതോടുകൂടി ഡിസോൾഡ് സോളിഡ്സ് ഒക്കെ അതിനകത്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ മാറ്റുന്ന വെച്ചാൽ കാർബൺ മീഡിയ ഫിൽറ്ററാണ്. ആ കാർബൺ മീഡിയ ഫിൽറ്ററിലൂടെ നമ്മൾ ഈ വെള്ളം പാസ് ചെയ്യുന്നതോടുകൂടി അതുള്ള ഗ്യാസസും പിന്നെ അല്ലാതെ ഡിസോൾഡ് ആയിട്ട് ഓർഗാനിക് കോമ്പൗണ്ട്സും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതിനൊരു കാറ്റലിസ്റ്റ് ഫിൽറ്ററിനകത്ത് പാസ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ROയുടെ മീഡിയത്തിലേക്ക് പാസ് ചെയ്യുന്നത്. ഈ ROയിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ നമ്മളൊരു UV ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു കളക്ഷൻ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യും. ഈ കളക്ഷൻ ടാങ്കിൽ നിന്നാണ് നമ്മൾ എല്ലാ ഫ്ലോറിലേക്കും പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ആ എല്ലാ ഫ്ലോറിൽ നിന്നും എക്സ്പേർട്സ് ആയിട്ടുള്ള സ്റ്റാഫുകൾ പെറ്റ് ബോട്ടിൽസിനകത്ത് ഈ വെള്ളം കളക്ട് ചെയ്ത് റൂമിൽ സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഇത് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ കൺസപ്ഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കൺസപ്ഷൻ മാത്രമല്ല, നമ്മളിപ്പോൾ എക്കണോമിക്കലി ഒരു നല്ല രീതിയിൽ മണി സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്ലാസ് ബോട്ടിൽസ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് 500-ലധികം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്നിടത്ത് ഈ ഗ്ലാസ് ബോട്ടിൽ ഉപയോഗിച്ചതോടുകൂടി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് റീയൂസബിൾ ആണ്. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ആ ബോട്ടിൽസ് തന്നെ എക്സ്പേർട്സ് വീണ്ടും വാട്ടർ കളക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ റൂമിലേക്ക് സെർവ് ചെയ്യും. നമ്മൾ ഈ RO വാട്ടർ തന്നെയാണ് നമ്മളുടെ ഫ്ലോറുകളിലും, അതായത് എല്ലാ റൂമുകളിലേക്കും സപ്ലൈ ചെയ്യുന്നത് RO വാട്ടറാണ്. RO വാട്ടർ റൂമുകളിൽ കൊടുക്കുന്നത് പോരാതെ നമ്മൾ കിച്ചണിലും ബേക്കറിയിലും പ്രൊവൈഡ് ചെയ്യുന്നതിന് RO വാട്ടറാണ്. ഈ RO വാട്ടർ നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് സേഫ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ നമുക്ക് കിച്ചണിലേക്കും ബേക്കറിയിലേക്കും പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വളരെ ഹെൽത്തി ആയിട്ടൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ അതിനെ കാണും.